ഇതായിരിക്കും എന്റെ ഡേസി. അപ്പൊ ഇത് എന്താണെന്നുള്ള സർപ്രൈസ് ആട്ടോ. അപ്പൊ വീഡിയോയുടെ അവസാനം മാത്രം ഞാനിത് കാണിക്കുന്നതായിരിക്കും. വീഡിയോയുടെ അവസാനം ഞാനിത് സത്യം പറഞ്ഞാലുണ്ടല്ലോ വ്ളോഗ് എടുക്കാനുള്ള ഒരു ഐസ് കുളമായി. ഇതൊന്ന് മാറിയിട്ട് കടയിൽ പോയിട്ട് വരാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സത്യം പറഞ്ഞാലുണ്ടല്ലോ വ്ളോഗ് എടുക്കാനുള്ള ഒരു ഐഡിയയോ ഒരു മൂഡോ ഒന്നുമില്ല. ഇന്ന് വ്ളോഗ് എടുക്കണമെന്നേ തോന്നുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് വ്ളോഗ് തുടങ്ങുന്നത് വൈകിയെ. ഇപ്പൊ തന്നെ സമയം 9:16 കഴിഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗിന്റെ ഒക്കെ സമയമൊക്കെ കഴിഞ്ഞു. കാരണം കിള്ളി പോയിരിക്കുന്ന ദിവസമാണ് ഗൈസ്. പനി പിടിച്ചതാണ്ട് മരുന്നിന്റെ നടുക്കാണ് ഞാൻ കുറെ ദിവസങ്ങൾ കൊണ്ട്. ഒന്നും പറയണ്ട. അപ്പം പ്ലാൻ ചെയ്യാത്ത ദിവസങ്ങൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. നമ്മളെല്ലാ ദിവസവും ഒന്നും പ്ലാൻ ചെയ്തൊന്നും അല്ല വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ചില ദിവസങ്ങൾ അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. ചില ദിവസങ്ങൾ നമുക്ക് മടിയുള്ള ദിവസങ്ങളുണ്ടല്ലോ. അങ്ങനെ ഒരു മടിയുള്ള ദിവസമാണ് ഇന്ന് എനിക്ക്. അപ്പൊ ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. എന്തായാലും ഞാൻ ക്യാമറയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവരെയും രേഷ്മാസ് ഡയറിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വാ 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 കേറി വരും മക്കളെ. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഒന്നിച്ചു നോക്കാം. ചില ദിവസങ്ങൾ ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കില്ല, പക്ഷേ പിന്നീട് ഓർക്കുമ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ദിവസം അതായിരിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥിരം ജോലിക്കായിട്ട് നമ്മൾ ഇറങ്ങിയേക്കാണ് കേട്ടോ. പനിയാണെങ്കിലും ചുമയാണെങ്കിലും ശരീരവേദനയാണെങ്കിലും നമ്മുടെ ജോലി അവിടെ നമ്മളെ കാത്തു തന്നെ ഇരിപ്പുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന നമ്മുടെ ജോലി നമ്മൾ ചെയ്ത് തീർക്കണ്ടേ. അപ്പോൾ അതാ തുണി കഴുകാനായിട്ട് ഇറങ്ങിയേക്കാണ്. പനി കാരണം 2 ദിവസത്തെ തുണി ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തന്നെ ഉണ്ടായിരുന്ന ഒരു കൂന തുണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴുകിയിട്ടതിന് ശേഷം പിന്നെ അകത്തോട്ട് കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുള്ള, അല്ലെങ്കിൽ ശരിയാവത്തില്ല. പനി ആയതുകൊണ്ടാണോ ഈ മരുന്നുകളൊക്കെ ഒരുപാട് കഴിക്കുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും തുണി കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അകത്ത് കയറി കുറച്ച് പുട്ട് കഴിക്കുകയാണ് കേട്ടോ. പുട്ടും കടലക്കറിയായിരുന്നു രാവിലെ. വായിക്ക് നല്ല കയ്പ്പായതുകൊണ്ട് തന്നെ ഞാൻ കടലക്കറി അങ്ങനെ എടുത്തില്ല. പുട്ടിൻ്റെ കൂടെ പഞ്ചസാരയും കൂടെ ഇട്ടാണ് കഴിച്ചത്. എങ്ങനെയെങ്കിലും ഇച്ചിരി കുറച്ച് രുചി വന്നോട്ടെ എന്ന് കരുതിയിട്ട് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഞാനങ്ങനെ പുട്ടൊക്കെ കഴിക്കാമെന്ന് കരുതി. പുട്ടൊക്കെ കഴിച്ചതിന് ശേഷം നമുക്കിനി ചോറ് വെക്കണം. അടുക്കളയിൽ ഇനി ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യാനുള്ളത് കേട്ടോ. തുണി കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനി പുറത്തോട്ട് അങ്ങനെ വലിയ ജോലി പുറത്തങ്ങനെ ഇല്ല. അപ്പോൾ ഇനി നമുക്ക് അരി ഇട്ടിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അരി ഇട്ടിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പനിയുണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട, മുറിവേദിയൊന്നും നോക്കേണ്ട. ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനും ഡോക്ടർ തരുന്ന മരുന്നും ഒക്കെ വാങ്ങിച്ച് കഴിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഞാൻ എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറയുകയാണേ. അപ്പോൾ അങ്ങനെ അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി കടയിലൊന്ന് പോകണം. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഇത് കണ്ടോ, തുണി കഴുകക്കും പാത്രം കഴുകക്കും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും എന്റെ ഡ്രസ്സ് കുളമായി. ഇതൊന്ന് മാറിയിട്ട് കടയിൽ പോയിട്ട് വരാം. നിങ്ങൾ വരുന്നുണ്ടോ എൻ്റെ കൂടെ കടയിൽ പോകാൻ? നമുക്ക് പോയിട്ട് വരാം ഒന്നിച്ച്. അപ്പൊ ഞാൻ കോസ്റ്റ്യൂം ഒക്കെ മാറി നമുക്ക് പോയി ചെന്നല്ലേ കടയിൽ. ദൂരെയൊന്നും അല്ല, ഇവിടെ അടുത്ത് തന്നെ, അപ്പുറത്ത് തന്നെ. എന്നാലും നനഞ്ഞു കഴിഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടോട്ട് നടക്കണല്ലേ. നമ്മള് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ പെട്ടെന്ന് നമ്മൾ പോയി മേടിക്കുന്നെങ്കിൽ അടുത്ത കടയിൽ കേട്ടോ. പിന്നെ അല്ലാതെ നമ്മൾ ഒരു മാസത്തേക്കുള്ള സാധനം വാങ്ങിച്ചു വെക്കും. നമ്മൾ വേറൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി അതിന് പോകുമ്പോൾ വീഡിയോ എടുക്കാം. നല്ല വെയിലുണ്ട് ഗൈസ്, കണ്ട നല്ല വെയിലുണ്ട്. അതുകൊണ്ട് ഇന്ന് എന്റെ തുണി നന്നായിട്ട് ഉണങ്ങുകയും ചെയ്യും. തുണിയെല്ലാം കഴുകിയിട്ടിട്ടുണ്ട്. ഇതായിരിക്കും എന്റെ ഡേസി. എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നേ? പോ 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 വീട്ടിൽ പോ 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 വീട്ടിൽ പോ വീട്ടിൽ പോ 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 പോ. കടയിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് നമ്മൾ ഡേസി വെളിയിലിരിക്കുന്നത് കണ്ടത്. പിന്നെ അവളെ എടുത്ത് ഞാൻ അകത്തിട്ട് കഥ അടച്ചു. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡാണിത് കേട്ടോ. ബസ്സൊന്നും പോകുന്ന റോഡല്ല, ബാക്കിയുള്ള എല്ലാ വണ്ടികളും ഇതുവഴി പോകും കേട്ടോ. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കട. കുഞ്ഞൊരു കടയാണ്. എല്ലാ സാധനങ്ങളും മേടിക്കാൻ, ബേക്കറി ഐറ്റം എല്ലാം മേടിക്കാം. അങ്ങനെ ഞാൻ കടയിൽ വന്നു. നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ കാണാം. സാധനങ്ങൾ വാങ്ങിക്കുന്നത് എനിക്ക് ഇന്നും ഒരു കൊറിയർ ഉണ്ട്. അപ്പൊ ഇത് എന്താണെന്നുള്ള സർപ്രൈസ് ആട്ടോ. അപ്പൊ വീഡിയോയുടെ അവസാനം മാത്രം ഞാനിത് കാണിക്കുന്നതായിരിക്കും. വീഡിയോയുടെ അവസാനം ഞാനിത് എന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാവേ. പൊട്ടിക്കാൻ ഇപ്പൊ തന്നെ, ഇപ്പൊ പൊട്ടിക്കഴിഞ്ഞാൽ സർപ്രൈസ് പൊളിയത്തില്ലേ.
അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പൊട്ടിച്ചിട്ട് ഇതെന്താണെന്ന് ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കാം. നമുക്കൊക്കെ നല്ല ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി ഒരു സാധനമാണ് കേട്ടോ. ഞാനിവിടെ വീട്ടിലില്ലായിരുന്നു, അപ്പൊ അതുകൊണ്ട് ആ കടയിൽ ഏൽപ്പിച്ചായിരുന്നു കൊറിയർ വന്നത്. അപ്പൊ ഞാനിപ്പോ സാധനം മേടിക്കാൻ പോയപ്പോ എനിക്ക് തന്നു. അങ്ങനെ നമ്മുടെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കേട്ടോ. വെളിച്ചെണ്ണയില്ല, സൺഫ്ലവറിന്റെ ഉള്ളിൽ നമ്മളിവിടെ മീൻ വറക്കാനും ഒക്കെ എടുക്കും. വെളിച്ചെണ്ണ അങ്ങനെ അധികം വറക്കാൻ എടുക്കത്തില്ല. പിന്നെ നമ്മുടെ കവർ, ഹരിതകർമ്മ ചേച്ചിമാർക്ക് കൊടുക്കാനായിട്ടുള്ള കവർ. പിന്നെ നമുക്ക് മീൻകറി വെക്കണം. അങ്ങനെ നമുക്ക് മീൻകറി വെക്കാനുള്ള തയ്യാറെടുപ്പ് എടുക്കാം. അപ്പം മീൻ ഇത് ചൂരയാണോ മങ്കടയാണോ, എനിക്ക് ഈ രണ്ട് മീൻ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ക്ഷമിക്കണം. ചൂരയോ മങ്കട ഇതിൽ രണ്ടിൽ എന്തോ ഒരു മീനാണ്. അതെന്തായാലും നമ്മൾ 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. മീൻ നല്ല വില ഉണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞു മീനായിരുന്നു. വാങ്ങിച്ചു. മീൻ അത്യാവശ്യമല്ലേ, ഇപ്പം മീൻ വാങ്ങിച്ചല്ലേ പറ്റൂ. ഇവിടെ ഞങ്ങൾക്കും അത്യാവശ്യമാണ്, ഡെയ്സിക്കും അത്യാവശ്യമാണ്. അവൾക്ക് ചോറ് കഴിക്കണമെങ്കിൽ മീൻ വേണം. അപ്പോൾ അവളെ ഓർത്തിട്ട് ഞാൻ മീനങ്ങ് വാങ്ങിച്ചത്. പിന്നെ നമുക്ക് മീൻ കറി മാത്രമല്ല കേട്ടോ, ഒരു മെഴുക്ക് വരട്ടി പോണൊക്കെ വെക്കാനുണ്ട്. അത് മെഴുക്ക് വരട്ടി പോണക്കല്ല, മെഴുക്ക് വരട്ടിയാണ് വെക്കുന്നത്. കോവയ്ക്ക മെഴുക്ക് വരട്ടിയാണ് വെക്കുന്നത്. ഞാൻ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ വീട്ടിൽ നിന്ന് കോവയ്ക്ക കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ കോവയ്ക്ക അരിഞ്ഞതും പിന്നെ അതിലേക്ക് സവാളയാണ് നമ്മൾ അരിഞ്ഞിടുന്നത് കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കായലുമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വറക്കാൻ വെച്ചിട്ടുണ്ട്. വേണ്ട, അരപ്പൊക്കെ പുരട്ടി വെച്ചു. അങ്ങനെ എന്തായാലും നമ്മളുടെ ഉച്ചക്കത്തേക്കുള്ള ഊണിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താൽ ചോറ് വെന്തിട്ടുണ്ട്. നമ്മുടെ കായലുമീൻ വറുത്തത്, പിന്നെ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് വരട്ടി. പിന്നെ അതിനകത്തെന്ന് പറഞ്ഞാൽ കായലുമീൻ കുറച്ച് ഞാൻ തേങ്ങ ഇട്ട് പറ്റിച്ചായിരുന്നു കേട്ടോ. വെള്ളമൊന്നും ഇല്ലാത്ത രീതി നമ്മൾ തോരൻ പോലെ പറ്റിച്ചെടുക്കത്തില്ല, അങ്ങനെ പറ്റിച്ചായിരുന്നു. പിന്നെ മീനിൻ്റെ തല വറുത്തത്, മങ്കടയോ ചൂരയോ എന്താണ്ടൊരു മീൻ, അതിൻ്റെ തല വറുത്തത്. പിന്നെ നമ്മുടെ മീൻ കറി, പിന്നെ കുടിക്കാനുള്ള വെള്ളം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. അപ്പോൾ ഇതിന് ശേഷം വെയിലൊക്കെ മങ്ങിയിട്ട് മഴ പെയ്യുമെന്നുള്ള ഒരു ചെറിയൊരു കൺഫ്യൂഷൻ. നമ്മളെ കാലാവസ്ഥ നമ്മളിങ്ങനെ പറ്റിക്കുമല്ലോ, പെയ്യാതിരിക്കും, അങ്ങനെയുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പനി ആയതുകൊണ്ട് തന്നെ എനിക്ക് കിടന്ന് ഓടാൻ വയ്യാത്തതുകൊണ്ട് ഒരു അന്തരീക്ഷത്തിന് മങ്ങൽ കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഉണങ്ങിയ തുണികളൊക്കെ ഇങ്ങ് പറക്കാം. കുറച്ചൊക്കെ നന്നായിട്ട് ഒരു ചെറിയ ചൂട് കൊണ്ടാൽ ഉണങ്ങുന്ന രീതിയിൽ ബാക്കിയുള്ള തുണികൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പറക്കി നമ്മൾ അന്ന് വൃത്തിയാക്കി ഇട്ടിരുന്ന നമ്മുടെ ഷെഡുണ്ടല്ലോ, അതിനകത്തും കൊണ്ടുപോയി ഇടാം. അപ്പോൾ ഈ ഉണങ്ങിയ തുണിയെല്ലാം പറക്കൊണ്ട് പോവുകയും ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാൻ അങ്ങനെ തുണിയൊക്കെ പറക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അവിടെ കിടക്കുന്ന ഒരു ഉടുപ്പ് അത് നന്നായിട്ട് ഉണങ്ങിയതല്ല. അപ്പോൾ അതെടുത്ത് നമുക്ക് അപ്പുറത്ത് ഷെഡിനകത്ത് കൊണ്ടുവരണം. അതിൻ്റെ കൂടെ തന്നെ വേറെ കുറേ ഉണ്ടായിരുന്നു ഉണങ്ങാനുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ പറക്കി നമുക്ക് അവിടെ കൊണ്ടുപോയിടാം. ഇപ്പം ഞാൻ തുണിയൊക്കെ പറക്കിക്കൊണ്ട് വരിക്കകത്തേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇനി തുണിയൊക്കെ മടക്കി വെക്കണം. പിന്നെയും ജോലികളാണ്. പിന്നെ ഒരു ഇച്ചിരി നേരം ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് ചെയ്തത്. കാരണം എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. തലവേദന കൊണ്ട് എനിക്ക് അനങ്ങാൻ വയ്യായിരുന്നു. നമ്മുടെ ഡെയ്സി ഇവിടെ മീനൊക്കെ കൂട്ടി ചോറൊക്കെ തിന്നിട്ട് കിടന്ന് നല്ല ഉറക്കം. പിന്നെ ഞാൻ ചോറ് കഴിക്കാമെന്ന് കരുതി. ഞാൻ മീൻ കറിയും മെഴുക്ക് വരട്ടിയും നാരങ്ങ അച്ചാറും മീൻ വറുത്തതും മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. കാരണം വായിക്ക് വലിയ രുചിയില്ലാത്തതുകൊണ്ട് എന്ത് കഴിച്ചിട്ടും കയ്പ്പ്. അപ്പോൾ നാരങ്ങ അച്ചാറൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഞാനൊരു ഇച്ചിരി ചോറും ഇച്ചിരി മീൻ കറിയും മാത്രം എടുത്തത്. എന്തായാലും വേണ്ടില്ല, വിശപ്പുണ്ട്. വായിക്ക് രുചിയില്ലെങ്കിലും വിശപ്പ് മാറണമല്ലോ, അതാണ് നമ്മുടെ മുഖ്യം. അപ്പോൾ ഞാനങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് പോയി കിടന്നൊന്ന് മയങ്ങി കേട്ടോ. തലവേദന കൊണ്ട് ഇരിക്കാൻ വയ്യായിരുന്നു. അപ്പോൾ പോയി കിടന്ന് ഉറങ്ങിയതിന് ശേഷം പിന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും എണ്ണീറ്റു. കട്ടൻ ഇട്ടിട്ട് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാം, എന്നിട്ട് ഞാനും കുടിക്കാം എന്നുള്ള രീതിയിലാണ്. അമ്മേ എന്നാ തരുള്ളൊന്ന് ഇവിടെ വെക്കട്ടെ. അങ്ങനെ പിന്നെ ഞാനും അമ്മയും കൂടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് കട്ടനൊക്കെ കുടിച്ച്. പാർത്തമ്മവും വന്നില്ല, അവൻ വരാറായിട്ടില്ല. അവന് 5:30 5:45 വരാൻ. പിന്നെ അണ്ണൻ വരുമ്പോൾ 7:30 8 മണിയോളം ആവും. അങ്ങനെ പിന്നെ ഞാനിങ്ങനെ കട്ടനൊക്കെ കുടിച്ചു. അപ്പോൾ കരുതി ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, ഒരു സർപ്രൈസ് ഉണ്ട്, വീഡിയോയുടെ അവസാനം മാത്രമേ കാണിക്കത്തുള്ളൂ എന്ന് പറഞ്ഞത്. അത് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. എന്തായാലും പറഞ്ഞതല്ലേ, അപ്പോൾ കാണിക്കാതിരിക്കുന്നത് മോശമല്ലേ. കാത്തിരുന്ന് കിട്ടിയതാണെന്ന് തന്നെ പറയാം. എനിക്കിത് ഒരുപാട് ഉപകാരപ്പെടും. ഇത് എനിക്ക് മാത്രമല്ല, ഒരുപാട് ആൾക്കാർക്കും ഇത് നന്നായിട്ട് ഉപകാരപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണിത് കേട്ടോ. ഇത് ഞാനാണെങ്കിൽ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ആർക്കെങ്കിലും ആവശ്യമുള്ളവർ പറഞ്ഞോ, ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം നമുക്കിത് എന്താണെന്ന് പൊട്ടിച്ച് നോക്കാം. ഞാനിതിൻ്റെ പൊതിയൊക്കെ ഇളക്കി കഴിഞ്ഞപ്പോഴാണ് ഓർത്തതിൻ്റെ വട്ടം ഒട്ടിച്ചേക്കുന്ന സെല്ലോ ഇൻസുലേഷൻ ടേപ്പ് ഇളക്കാനായിട്ട് ഞാൻ പിച്ചാത്തിയൊന്നും എടുത്തിട്ടില്ല. പിന്നെ എന്തായാലും അതും പോയി എടുത്തുകൊണ്ട് വന്നിട്ട് അപ്പോൾ ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്തിട്ട് ഞാൻ എന്താണെന്ന് കാണിക്കാം നിങ്ങളെ കേട്ടോ.
ഇതൊരു LED ലാമ്പാണ് കേട്ടോ. ഒരെണ്ണമല്ല, എനിക്ക് ഈ പാക്കറ്റിനകത്ത് 3 എണ്ണമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് ആണി അടിച്ചിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്തായിട്ട് ഇങ്ങനെ വിൽക്കുകയും ചെയ്യാം. അല്ലാതെ നമുക്കിതിൻ്റെ പുറകിലൊരു മാഗ്നറ്റ് കണക്ക് വരുന്നുണ്ട്. അതിനകത്തിലും വേണമെങ്കിൽ പിടിപ്പിച്ച് വെക്കാവുന്ന രീതിയിലുള്ള ഒരു LED ലാമ്പാണ്. ഇത് സെൻസറിൻ്റെ ഇതിൽ വെച്ച് കത്തുകയും ചെയ്യും. അതായത് നമ്മൾ ആരെങ്കിലും ഒരാൾ അതിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ കത്തുകയും ചെയ്യും. അല്ലാതെ തന്നെ നമുക്ക് ഓണാക്കി ഇങ്ങനെ കത്തിച്ചിടുകയും ചെയ്യാം കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ ചാർജറും വരുന്നുണ്ട്. ഇത് 3 എണ്ണമായിട്ട് എനിക്ക് ഒരു പാക്കറ്റിനകത്ത് ഓഫറിൽ കിട്ടിയതാണ്. ഇതിൽ 3ലും ചാർജറും ഉണ്ടായിരുന്നു. ഇതെനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, ചാർജർ ഞാൻ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ലതായിട്ട് ഉപകാരപ്പെടും. കുഞ്ഞുവാവകളൊക്കെ ഉള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ, ഇവരൊക്കെ ആണെങ്കിൽ ഉറക്കത്തിലൊക്കെ എണീറ്റിരുന്നിട്ട് ഇങ്ങനെ രാത്രി ഉറക്കത്തിൽ എണീറ്റിരുന്ന് കളിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഇതിൻ്റെ അടുത്തോട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഓഫ് ആണെങ്കിലും ഇത് സെൻസർ ആയതുകൊണ്ട് ആളടുത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ കത്തുകയും ചെയ്യും. അപ്പോൾ നല്ല ഉപകാരമായിട്ടുള്ളൊരു സാധനമാണിത്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വാങ്ങിച്ചോ കേട്ടോ. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇന്നത്തെ ഡയറി ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ഡയറിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് കീപ് സ്മൈലിംഗ്. ദിസ് ഈസ് രേഷ്മ സൈനിങ് ഓഫ്.